നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ഒന്നിലധികം ജനറൽ റീഡിംഗ് വീഡിയോസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റഗ്രാമിലൊന്ന് DM ചെയ്താൽ മതി. റീഡിംഗ് എന്നൊന്ന് DM ചെയ്യുക. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റിൽ 808 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എംപററും അതുപോലെ 5 of Wands ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരാൾ അമിതമായിട്ടുള്ളൊരു നിയന്ത്രണം ചെലുത്തുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാകുന്ന വാശിയൊക്കെ ഈ ഒരു ബന്ധത്തിലൊരു മതിൽ സൃഷ്ടിക്കുന്ന പോലെയാണ് കാണുന്നത്. പിന്നെയെന്ന് പറയുന്നത് സ്നേഹത്തേക്കാൾ കൂടുതൽ അവിടെ നിയമങ്ങൾക്കും അല്ലെങ്കിൽ ഈഗോയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അല്പം കൂടി ഒരു അയവുള്ളവരാകുന്നത് ബന്ധത്തിൽ കുറച്ചധികം സന്തോഷം നൽകുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 5 of Wands കാണുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു കലഹം അല്ലെങ്കിൽ മത്സര ബുദ്ധി എന്നുള്ളൊരു എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ, അതായത് രണ്ടുപേരും ഒരേ കാര്യത്തിന് വേണ്ടി രണ്ട് രീതിയിൽ രണ്ട് ദിശയിലും പരിശ്രമിക്കുന്ന പോലെയുള്ളൊരു എനർജിയാണിത്. പരസ്പരം കേൾക്കാൻ തയ്യാറാവാതെ സ്വന്തം ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു വലിയ തടസ്സം സൃഷ്ടിക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. പോരായ്മകളാണെന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണാതെ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരാതെ നിങ്ങൾ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന് ശേഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിലി ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അമിതമായിട്ടുള്ള നിയന്ത്രണം ഈഗോയെ ഒഴിവാക്കി പരസ്പരം ബഹുമാനിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തർക്കങ്ങളിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യം സമാധാനമാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമാക്കുക എന്നുള്ള രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെയും മാറി നിങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല രീതിയിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു എനർജി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റിൽ മുന്നേ പറഞ്ഞ പോലെ 808 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യുക.